2026 ഫൈനാൻഷ്യൽ റെസൊല്യൂഷൻസ് ഇല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പ്ലാൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹായ് ഓൾ, ദിസ് ഈസ് മീ അരുൺ ഹിയർ. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം ഫൈനാൻഷ്യൽ പ്ലാൻസ്, കാരണം നമ്മൾ ആരും പേഷ്യൻസ് അല്ലതാനും. ഈ റെസൊല്യൂഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം നമുക്ക് ആർക്കും വെയിറ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ പേഷ്യൻസ് അല്ല എന്നുള്ളൊരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മളിത് മെയിൻലി 3 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഹൈജീൻ ചെക്ക്, സെക്കൻഡ് ലോസ് ലെസ് മണി ആൻഡ് ഫൈനലി മേക്ക് മോർ മണി. ആദ്യം തന്നെ നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ അൺക്ലെയിംഡ് ആയിട്ട് കിടക്കുന്ന എല്ലാ പൈസകളും നമ്മൾ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. അൺക്ലെയിംഡ് ഷെയർസ് ആകാം, FDs ആകാം, PF ആകാം, ഇൻഷുറൻസ് ആകാം, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൾമോസ്റ്റ് 78,000 കോടി രൂപയാണ് അൺക്ലെയിംഡ് ആയിട്ട് ബാങ്കുകളിൽ ഇന്ത്യയിൽ 2025 കിടക്കുന്നത്. ഇത്രത്തോളം പൈസയിൽ ചിലപ്പോൾ നമ്മളുടെ എന്തെങ്കിലും പൈസ അവിടെ ഉണ്ടെങ്കിലോ. ഇതുപോലെ ഒരാൾ ചെക്ക് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് 11 ലക്ഷം രൂപയുടെ റിലയൻസിന്റെ ഷെയർസ് അവർക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിച്ചു. ഇതുപോലെ കുറെ അധികം ആൾക്കാരുടെ ക്ലെയിം ആകാത്ത, ഇല്ലെങ്കിൽ ഇതുപോലെ ഇൻഷുറൻസ് ആകാം, ഷെയർസ് ആകാം, ഇതെല്ലാം കിടപ്പുണ്ട്. ഇതെല്ലാം നിങ്ങൾ പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ തന്നെ ആക്കുക. ഇപ്പം ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ PFs നിങ്ങൾ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ PFs നിങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം കൂടെ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു ഹാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഹാക്ക് നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ അധികം പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പൈസ കുറെ അധികം നഷ്ടമാകുന്നുണ്ട്, അതും ആവശ്യമില്ലാതെ തന്നെ. ഇപ്പം നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾ അതിന് ഒരു സെർട്ടൻ എമൗണ്ട്, ഒരു ആനുവൽ ഫീസ് നിങ്ങൾ അതിന് പേ ചെയ്യുന്നുണ്ട്. വെറുതെ നിങ്ങളത് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നേരെ മാറ്റി വെക്കുക, ഇല്ലെങ്കിൽ അത് നേരെ ആ ഒരു ക്രെഡിറ്റ് കാർഡ് വേണ്ട എന്ന് നിങ്ങളുടെ ബാങ്കിനെ വിളിച്ചു പറയുക, എത്രയും പെട്ടെന്ന് തന്നെ. ഇതുപോലെ തന്നെ എംപ്ലോയീസിന്റെ കേസ് ആണെങ്കിൽ നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, അവിടെ നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ആ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അത് സാലറിയുടെ അക്കൗണ്ട് ആയിട്ട് തന്നെ നിൽക്കുന്നു. പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ നിങ്ങൾ ആ ജോബ് വിടുമ്പോൾ ആ അക്കൗണ്ട് നിങ്ങൾ അതുപോലെ അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ അക്കൗണ്ട്സിലെല്ലാം തന്നെ ആനുവൽ ഫീസ് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഈ സാലറിയുടെ അക്കൗണ്ട് പിന്നീട് സേവിങ്സ് അക്കൗണ്ടായി മാറുമ്പോൾ ഒരു 200 രൂപ, 300 രൂപ, 400 രൂപയോളം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് താനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. സോ ഇതെല്ലാം അവോയ്ഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത് തന്നെയാണ് ഡിമാറ്റ് അക്കൗണ്ടിന്റെ കേസസും. പല ഡിമാറ്റ് അക്കൗണ്ട്സിനും നല്ല ഫീസസ് ചാർജ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുന്ന ഡിമാറ്റ് അക്കൗണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റിട്ടേൺസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡിമാറ്റ് അക്കൗണ്ട് മാറ്റുക. നിങ്ങൾ എന്നിട്ട് 1 or 2 നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അത് മാത്രം കീപ്പ് ചെയ്യുക. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റെക്കറിംഗ് UPI പേയ്മെന്റ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ഓട്ടോ സബ്സ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ ഓട്ടോ പേ ചെയ്തിട്ട് അതിനെ ആ വഴിക്ക് വിടും. പക്ഷേ നമ്മൾ പിന്നീട് ആ സബ്സ്ക്രിപ്ഷൻ ഒന്നും തന്നെ യൂസ് ചെയ്യുകയുമില്ല. ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സ് നമ്മൾ എടുത്തു വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ അറിയുക പോലും ഇല്ല, ഓട്ടോമാറ്റിക്കലി അതങ്ങ് പേ ചെയ്ത് പൊക്കോണ്ടേയിരിക്കും. ഒരു 200 രൂപ, 300 രൂപ ആണെങ്കിൽ കൂടി ഈ പറയുന്ന 100 രൂപ, 200 രൂപ കൂടി അതൊരു ലംസം എമൗണ്ട് ആകുന്നതായിരിക്കും. മാക്സിമം ഇതുപോലുള്ള ഈ ചെറിയ ചേഞ്ചസ് നിങ്ങൾ ചെയ്യാനായിട്ട് ഒരു 1 hour മാത്രമായിരിക്കും നിങ്ങൾക്ക് എടുക്കുക. പക്ഷേ 2026 നമ്മൾ കിടക്കുമ്പോൾ തന്നെ ഈ ഒരു ക്ലീനപ്പ്, ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ക്ലീനപ്പ് ഒരൊറ്റ തവണ ചെയ്തു കഴിഞ്ഞാൽ ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് കുറെ അധികം പൈസ സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് പ്ലാൻ അക്കോർഡിംഗ് ടു ന്യൂ ടാക്സ് റെജീം. അതായത് നമ്മൾ പലരും പഴയ ഓൾഡ് ടാക്സ് റെജീമിൽ നിന്നുകൊണ്ട് തന്നെ കുറെ അധികം ഡിഡക്ഷൻസിന് വേണ്ടി പല സ്കീമുകളും ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇനി മുതൽ എല്ലാവരും ന്യൂ ടാക്സ് റെജീമിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ന്യൂ ടാക്സ് റെജീമിലേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ പണ്ട് ചെയ്ത സ്കീമുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ യൂസ്ഫുൾ ആകുകയില്ല. ഫോർ എക്സാമ്പിൾ ELSS ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്ന് നോക്കി നല്ല രീതിയിൽ ചെയ്തിട്ട് ആവശ്യമുള്ളത് ഇല്ലെങ്കിൽ ആവശ്യമില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം റിവേർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. സോ ഈ ഒരു ഹാക്സ് എല്ലാം നന്നായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് യൂസ് ലെസ് മണി. അതായത് നമ്മൾ ഒരു
ലോൺ എടുക്കുകയാണ്, അത് ഹോം ലോൺ ആയിക്കോട്ടെ, കാർ ലോൺ ആയിക്കോട്ടെ, എന്ത് തന്നെ ആണെങ്കിലും നമുക്കറിയാം ഇതിൻ്റെ ഇൻട്രസ്റ്റും ഇങ്ങനെ കോമ്പൗണ്ട് ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 50 ലക്ഷം രൂപ ഒരാൾ ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ഇത് പേ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 1.5 കോടി 2 കോടി രൂപയ്ക്ക് അടുത്തായിട്ട് വരുന്നതായിരിക്കും ഫൈനലി. അതായത് ആ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ആവുന്നുണ്ട്. ഈ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ആവുന്നൊക്കെ ഇച്ചിരി കൂടുതലധികം ഫൈനാൻസ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ എന്നാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഇൻട്രസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. കൂടുതൽ ഫൈനാൻഷ്യൽ പ്ലാനിങ്സ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഒരു EMI എക്സ്ട്രാ പേ ചെയ്യാനായിട്ട് നോക്കുക. ജസ്റ്റ് ലൈക്ക് ഒരു EMI. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു 10 to 15 ഇയേഴ്സ് ഈ ഒരു 10 ഇയറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് 10 ലക്ഷം രൂപയോളം ഡിഡക്ഷൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് നമ്മളിൽ പലരും പെട്ടുപോകുന്ന സിനാരിയോസ് ഉണ്ട്. നമ്മൾ ഒരു ലോൺ എടുക്കുന്നു, നമ്മൾ വിചാരിക്കും അത് അടച്ചു തീർക്കാൻ പറ്റുമെന്നുള്ളത്. വാട്ട് ഇഫ് നമുക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലോ? നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഫസ്റ്റ് റിസ്കിനെ മാനേജ് ചെയ്യുന്നതാണ്. സോ ഈ ഒരു കേസിലും നിങ്ങൾ പേഴ്സണൽ ഫൈനാൻസിന്റെ കേസിലും ഒരു ലോൺ എടുത്തു അടയ്ക്കാൻ പറ്റാതെ വരുമ്പം നിങ്ങൾ അത് ആരോടും പറയാതെ നിങ്ങൾ അത് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട്, പക്ഷെ നിങ്ങൾ അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 30% മുതൽ 40% വരെ ആയിരിക്കും ക്രെഡിറ്റ് കാർഡ്സിന്റെ ബില്ലൊക്കെ നിങ്ങൾ പേ ചെയ്യേണ്ടി വരിക. സോ മാക്സിമം അതൊന്ന് അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആരോടും പോയിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് അവർക്കൊരു 10% ഇൻട്രസ്റ്റ് തരാം, ഇല്ലെങ്കിൽ 20% തരാം. എത്രയാണോ നിങ്ങൾ ആക്ച്വലി പേ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഹാഫിനെക്കാട്ടിലും താഴെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വിൻ ചെയ്യുന്നതാണ്. അതില്ലെങ്കിൽ ഡെപ്റ്റ് കൺസൾട്ടേഷൻ ലോണിലേക്കോ, അതുമല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിനേക്കാളിലും ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ പറ്റുന്ന ഗോൾഡ് ലോൺസ് ആകാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്സ് ഓഫ് ലോൺസ് എടുത്തിട്ട് നേരെ ഈ പറയുന്ന ഹൈ ഇൻട്രസ്റ്റ് ലോൺസ് എല്ലാം തന്നെ നിങ്ങൾ ക്ലോസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ആൻഡ് തേർഡ് ഹാക്ക് എന്ന് പറയുന്നത് FCR. നിങ്ങളുടെ ഫുൾ ക്രെഡിറ്റ് റിപ്പോർട്ട് നിങ്ങളെ എല്ലാ വർഷവും എന്തായാലും ഒന്ന് റിസൾട്ടായിട്ട് നിങ്ങളൊന്ന് എടുക്കുക. എടുത്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങളുടെ എത്ര ലോൺസ് ഉണ്ട്, എത്ര അടയ്ക്കാനായിട്ട് ഇനിയുണ്ട്. ഇതെല്ലാം നിങ്ങൾക്കൊരു ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും 2026 ആദ്യം തന്നെ. സോ ഇതിൻ്റെ ബേസ് നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് നല്ലൊരു പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിലുപരി ഇൻ കേസ് നിങ്ങളുടെ പേരിൽ മറ്റാരെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ബ്രാഞ്ച് തന്നെ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയ നാടാണ് നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ആൻഡ് ഫൈനൽ ഹാക്ക് എന്ന് പറയുന്നത് എല്ലാ വർഷവും നമ്മളുടെ സാലറി ഹൈക്ക് ആകാറുണ്ട്. ശരി തന്നെയാണ്, അതുകൊണ്ട് നമ്മളുടെ ചെലവുകളും ഹൈക്ക് ആകാറുണ്ട്. പക്ഷേ നമ്മളുടെ SIPs ഒന്നും തന്നെ ഹൈക്ക് ആകാറില്ല. അതെപ്പോഴും അതുപോലെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും വെൻ കമ്പയർഡ് ടു സ്റ്റെപ്പ് അപ്പ് SIPs. അതായത് എല്ലാ വർഷവും നിങ്ങൾക്ക് ഒരു ഇൻക്രിമെന്റ് കിട്ടുമ്പോഴത്തേക്ക് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ SIPയിൽ ഒരു ഇൻക്രിമെന്റ് അവിടെയും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ ഏത് ഹാക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമന്റിൽ മെൻഷൻ ചെയ്യുക. ഇനി ഫൈനാൻസ് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമന്റിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ 2026 നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഇയർ ആയി മാറട്ടെ. See you there in next video.